ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോയാണ്. ഈ വീഡിയോ എത്ര ലെങ്തി ആയാലും നിങ്ങൾ കണ്ട് തീർക്കണം. ഇത് നമ്മുടെ LBSൽ 2025 ഓരോ സബ്ജക്റ്റിനും ഓരോ കാറ്റഗറി സ്റ്റുഡൻസിനും കിട്ടിയിരിക്കുന്ന റാങ്ക് ആൻഡ് ഇൻഡെക്സ് മാർക്ക് വെച്ച് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ സബ്ജക്റ്റിന് കിട്ടിയിട്ടുണ്ട്, ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആവണം. അതായത് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാം. ഗൂഗിളിൽ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന സ്ക്രീനിലെ പോലെ നിങ്ങൾ സെർച്ച് ചെയ്യുക LBS കോളേജ് വൈസ് അലോട്ട്മെൻറ്റ് 2025. അപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞു വരും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് വീഡിയോ കാണാതെ പോകരുത്. ഇതിനകത്ത് കുറേ ഡീറ്റെയിൽസ് ഞാൻ ഇതിലല്ലാതെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വന്ന് ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്ന BSc അനസ്തേഷ്യ ടെക്നോളജി, നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത് BSc നഴ്സിംഗ് ആയിട്ട് കൊടുക്കാം. BSc നഴ്സിംഗ് ആണ് കൂടുതൽ കുട്ടികളും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് BSc നഴ്സിംഗിൻ്റെത് നോക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു കോളേജ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനിവിടെ അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗ് ചാക്ക, തിരുവനന്തപുരം, ഇതിവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ എന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കിക്കേ. റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട്, നൈം വന്നിട്ടുണ്ട്, കോട്ട എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ആണോ, നിങ്ങളുടെ ഈഴവയാണോ, മുസ്ലിം ആണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യൻ ആണോ, ഇതാണ് ഈ കോട്ട എന്ന് പറയുന്നത്. സ്പോർട്സ് കോട്ട അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇനി എത്രാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടി എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, സ്റ്റേറ്റ് മെറിറ്റിൽ 7ാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടിയുണ്ട്, 1ാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടിയുണ്ട്, 2ാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടിയുണ്ട്, അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്. ഇനി ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് മെറിറ്റിൻ്റെ റാങ്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി റാങ്ക് ഇതിനകത്ത് ഇപ്പോൾ മിസ്സിംഗ് ആണ്, ഇതും വരാറുണ്ട്. ഓക്കെ, പിന്നെ ഇത് ടോക്കൺ ഫീസ് കഴിഞ്ഞ വർഷം അടച്ചതിനാണ് കൊടുത്തിരിക്കുന്നത്. ടോക്കൺ ഫീ അടയ്ക്കാത്തവരുടേത് ഇൻറ്റുവും ടോക്കൺ ഫീ അടച്ചവരുടേത് ടിക്കും ആയിട്ടും വരും. ഓക്കെ, അപ്പോൾ ടോക്കൺ ഫീ ഇവിടെ ടിക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് കഴിയുമ്പോഴായിരിക്കും വരുന്നത്. അതെല്ലാം അപ്ഡേറ്റ്സ് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ടോക്കൺ ഫീ അടയ്ക്കാത്തവരുടെ അവിടെ ഇൻറ്റു ആയിട്ടും കൊടുത്തിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 250 മാർക്കിന് താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യരുത്, കേരളത്തിൽ വെയിറ്റ് ചെയ്യരുതെന്നുള്ളത്. അതിൻ്റെ റീസണാണ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത്. അത് നിങ്ങൾ ഇന്ന് ഈ ഒരു കോളേജിൽ നോക്കിക്കേ, ഇവിടെ എവിടെയെങ്കിലും 250 താഴെ മാർക്കുള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. ലാസ്റ്റ് SC കാറ്റഗറിക്ക് പോലും 274 മാർക്കുള്ള കുട്ടിക്കാണ് ടോപ്പ് കോളേജ് ആയിട്ടുള്ള അനന്തപുരിയിൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ടോക്കൺ ഫീ 1000 ആണ്. അപ്പോൾ ആർക്കൊക്കെയാണ് റിസർവേഷൻ ബേസിസിൽ 1000 rupees ഒക്കെ വരുന്നതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ടും അപ്ഡേറ്റ്സ് പറയുമ്പോഴും നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ DB കാറ്റഗറിക്ക് 2ാമത്തെ അലോട്ട്മെൻറ്റിൽ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 270 ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. 270 അനന്തപുരിയിൽ അവസാനം എടുത്തിരിക്കുന്ന കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക്. അത് നിങ്ങൾ വിചാരിക്കും 270 മാർക്കുള്ള 100 കുട്ടികളുണ്ടാകും, എല്ലാവർക്കും ഇവിടെ കിട്ടുമോ? ഇല്ല, ആകെ ഒരു കുട്ടിയെ കിട്ടുള്ളൂ. അതും ഈ ഓപ്ഷൻ വെച്ച ഒരു കുട്ടിക്കായിരിക്കും ലഭിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ലിങ്ക് ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതുപോലെ നിങ്ങൾ നോക്കിക്കേ, 275.83 മാർക്കുള്ള ഒരു കുട്ടിക്ക് 7ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ലഭിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതായത് മേ ബി ആ കുട്ടിയുടെ ഈ മാർക്കിന് വേറെ കോളേജ് കിട്ടിയിട്ട് അവിടെ അഡ്മിഷൻ എടുക്കാതെ LBSൽ ടോക്കൺ ഫീ അടച്ച് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടിയതാകാം. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും കുട്ടികൾ അലോട്ട്മെൻറ്റ് സീറ്റ് ക്യാൻസൽ ചെയ്ത് PNC MAKയിലോട്ടോ AMCS FNCKയിലോട്ട് പോകുന്നതുണ്ടാകും, PNC MAKന്ന് LBSലോട്ട് വരുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ഷഫ്ലിംഗ് ഇതിനകത്ത് നടക്കുന്നുമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ നോക്കിക്കേ, ഇതിനകത്ത് 260 മാർക്കുള്ള കുട്ടിക്ക് പോലും ലഭിച്ചിട്ടില്ല. അപ്പോൾ 224, 34, 45 ഇങ്ങനെയുള്ള മാർക്കുള്ള കുട്ടികളൊന്നും മാക്സിമം കേരളത്തിൽ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു വർഷം കളയരുത്, ടെൻഷൻ അടിച്ചും ദിവസം കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോളേജിലേക്ക് നോക്കാം. ഇനി അടുത്ത കോളേജ് ഞാനിപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരാൻ ഉദ്ദേശിക്കുന്നത്, കൂടുതലായിട്ട് എനിക്ക് എൻക്വയറി വന്നതായിരുന്നു KKN ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇന്ന മാർക്കിന് കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ് കൊടുത്തേക്കുന്നത്? 300. 300ൽ 300 ഉള്ള കുട്ടികൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി പോയിരിക്കുന്നത്. ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് 227.49. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 250 താഴെയുള്ള മാർക്കല്ലേ കിട്ടിയത്, പക്ഷേ ഏത് കാറ്റഗറിയാണ് അല്ലെങ്കിൽ ഏത് കോട്ടയാണെന്ന് നിങ്ങൾ നോക്കിക്കേ. ഡിസബിലിറ്റി കോട്ടയാണ്. ഓക്കെ, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻറ്റിനാണ്. അവർക്ക് ഉള്ള മാർക്ക് എന്ന് പറയുന്നത് കുറച്ച് കുറവ് മാർക്കാണെങ്കിലും അവരുടെ ഡിസബിലിറ്റി പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും കിട്ടുന്നത്.
അതുപോലെ 230, 234 ഇതെല്ലാം കിട്ടിയിരിക്കുന്നത് ഏത് കാറ്റഗറിക്കാണ്? ഇങ്ങനെയുള്ള റിസർവേഷനുള്ള കാറ്റഗറിക്കാണ്. 258 കിട്ടിയിരിക്കുന്നത് KU കാറ്റഗറിക്കൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റിസർവേഷൻ കാറ്റഗറിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ജനറൽ ആയിട്ടുള്ള സ്റ്റുഡൻസ്, ജനറൽ OBC ജനറൽ ആയിട്ടുള്ള സ്റ്റുഡൻസ്, OBC മൈനോറിറ്റിയും അല്ല, OBC ജനറൽ വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും. അവരൊക്കെ ഈ 250 താഴെ മാർക്ക് ഉണ്ടെങ്കിൽ കേരളത്തിൽ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, പിന്നെയും KU റിസർവേഷനിൽ 258 മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ബാക്കി 260, 269, 79, 280, 283 അങ്ങനെ കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. മാക്സിമം പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം ഉള്ള ടൈമിൽ. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 250 മാർക്കിന് താഴെയുള്ള ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. 257 മാർക്കുള്ള ഒരു കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ജനറൽ കാറ്റഗറി അല്ല, SC കാറ്റഗറിയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് ഞാൻ ഈ 250 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നോക്കരുതെന്ന് പറയുന്നത്. ബാക്കി റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ ലക്കെന്ന് വേണമെങ്കിൽ പറയാം ഇതിനകത്ത് കിട്ടുന്നത്. ഇപ്പോൾ ഈ 257 പേരുള്ള 100 കുട്ടികളുണ്ടെങ്കിൽ 50 സീറ്റേ ഉള്ളെങ്കിൽ 50 പേർക്ക് കിട്ടുമോ സീറ്റ്? അതും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൊരു ഡൗട്ടാണ് ഈ അലോട്ട്മെൻറ്റ് നോക്കുമ്പോൾ 9ാമത്തെ അലോട്ട്മെൻറ്റിൽ 287.5 ഇൻഡെക്സ് മാർക്കുള്ള ഒരു സ്റ്റുഡൻറ്റിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗട്ട് തോന്നും, 287 ഈ 9ാമത്തെ അലോട്ട്മെൻറ്റ് വരെ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നും. അത് മേ ബി ആ കുട്ടിക്ക് ഫസ്റ്റ് ഒരു കോളേജ് കിട്ടിയിട്ട് ആ കോളേജ് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ കുട്ടി എന്ത് ചെയ്യും? ടോക്കൺ ഫീസ് അടയ്ക്കും. ടോക്കൺ ഫീസ് അടച്ചാലേ നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാ കോളേജിനും നിങ്ങൾ പോയി ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്. ഇപ്പം 1ാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടി, ടോക്കൺ ഫീ അടച്ചു. 2ാമത്തെ അലോട്ട്മെൻറ്റ് വേറെ കിട്ടുമ്പോൾ പിന്നെയും ടോക്കൺ ഫീ അടയ്ക്കണമെന്നൊരു ഡൗട്ട് തോന്നും. അങ്ങനെ വേണ്ട, ടോക്കൺ ഫീ ഒറ്റ തവണ അടച്ചാൽ മതി. ഇതെല്ലാം നമ്മൾ ഒരു ലോങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള അപ്ഡേറ്റിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് വീഡിയോസ് കണ്ടുപോയാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ 287 ആ കുട്ടി എന്ത് ചെയ്ത് കാണും? അടുത്ത കോളേജിന് വെയിറ്റ് ചെയ്ത് കാണും. അങ്ങനെ ഒരു 7ാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയപ്പോൾ എന്ത് ചെയ്ത് കാണും? ആ കുട്ടി അതവിടെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ അലോട്ട്മെൻ്റ് ഒക്കെ ഇത്രയും പോകുന്നത്. ഓക്കെ, ഈ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ BSc നഴ്സിംഗിൻ്റെ ഓരോ കോളേജും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എടുത്ത് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് വേറൊരു കോഴ്സ് നോക്കാം. BSc ഒപ്റ്റോമെട്രി നോക്കാം. BSc ഒപ്റ്റോമെട്രി നമുക്കൊരു കോളേജ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ മാർസ്ലീവ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? അതും 257.51 ഇൻഡെക്സ് മാർക്കുള്ള SC റിസർവേഷനുള്ള സ്റ്റുഡൻറ്റിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി റിസർവേഷൻ ഒന്നും ഇല്ലാതെ സ്റ്റേറ്റ് മെറിറ്റിന് എത്ര മാർക്കിനാണ് ലഭിച്ചിരിക്കുന്നത്? ലാസ്റ്റ് മാർക്ക് 280 മാർക്കാണ്. 280 മാർക്കുള്ള കുട്ടിക്കാണ് ആ കോളേജിൽ ലഭിച്ചിരിക്കുന്നത്. അതിന് താഴെയുള്ള ഒരു ഈ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുമ്പോൾ അതാണ് ജനറൽ, മനസ്സിലായോ? ജനറൽ എന്നതിന് പകരം വരുന്നതാണ് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, അതുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നു കേട്ടോ. ഇനി നമുക്ക് വേറൊരു കോളേജ് നോക്കാം. നമുക്ക് AKG കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ്, AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അവസാനം കിട്ടിയ മാർക്ക് എത്രയാ? ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരും. 189.17 മാർക്ക്. അതാണ് നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞ ലക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മാർക്കിന് കിട്ടിയില്ലേ? നോക്കിക്കേ, അത് മുസ്ലിം കാറ്റഗറിയാണ്. ഓക്കെ, ഇനി മുസ്ലിം മേ ബി അത് OBC മൈനോറിറ്റി കാറ്റഗറിയും ആവാം. നമുക്ക് മൈനോറിറ്റി ആണോ എന്നുള്ളത് ഇതിനകത്ത് അറിയാൻ പറ്റില്ല. നിങ്ങൾ ആ അലോട്ട്മെൻറ്റ് നമ്പർ ഒന്ന് നോക്കിയേ, 23. 23ാമത്തെ സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിലാണ് ആ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ആ ഒരു കോളേജ് മേ ബി ആവറേജ് കോളേജസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഈ കുട്ടികൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എന്ത് ചെയ്യും? ആ കോളേജിൽ നിന്ന് മാറി നല്ല കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റ് എടുക്കാൻ വേണ്ടി പോകും. നമ്മളൊരു 4 വർഷം നമുക്ക് മെറിറ്റിൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന മെറിറ്റിലെ എല്ലാ കോളേജസും ടോപ്പ് കോളേജസ് അല്ല, ആവറേജ് കോളേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ അറിയുന്ന കുറച്ച് ടോപ്പായിട്ടുള്ള കോളേജിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ കാശ് കൊടുത്ത് മാനേജ്മെൻറ്റ് സീറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു മാർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. അതുകൊണ്ടാണ് ഈ മാർക്കുള്ള കോളേജും കൂടി പിക്കപ്പ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി നോക്കിയേ, BX കാറ്റഗറി, അത് നമുക്കറിയാം റിസർവേഷൻ കാറ്റഗറിയാണ്. അവിടെ ലഭിച്ചിരിക്കുന്ന 192.5 മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിക്കേ, 209 മാർക്കുള്ള കുട്ടിക്കാണെങ്കിലും ST കാറ്റഗറിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് BSc ഒപ്റ്റോമെട്രി ആണ്, BSc നഴ്സിംഗിൻ്റെ കാര്യമേ അല്ല പറയുന്നത്. ഓക്കെ, അതുപോലെ റിസർവേഷൻ ബേസിസിൽ KN കാറ്റഗറി, SC കാറ്റഗറി അങ്ങനെയുള്ളതൊക്കെ ലഭിച്ചിട്ടുണ്ട്.
ഇനി ഇതിനകത്ത് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ 239 മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ റാങ്ക് നോക്കിക്കേ, 36,476 റാങ്കാണ്. എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് ലഭിച്ചിരിക്കുന്നതെന്ന് നോക്കിക്കേ, 18ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ആ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. ആവറേജ് കോളേജസിൽ മാർക്ക് കുറവാണെങ്കിലും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല, ഇഷ്ടപ്പെട്ട കോളേജിൽ പഠിക്കാൻ പറ്റിയെന്നും വരില്ല. അപ്പോൾ ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പല കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ പഠിക്കണമെന്നുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാതിരിക്കാം. ഇനി ഇതിൽ തന്നെ LBSയിൽ തന്നെ ഏതെങ്കിലും കോളേജ് ഏതെങ്കിലും സബ്ജക്റ്റ് പഠിച്ചാൽ മതി എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ വീഡിയോയിൽ ഞാൻ ടിപ്സ് പറഞ്ഞു തരും കേട്ടോ. അല്ലാതെ ടോപ്പ് കോളേജസ് കിട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതും എങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടത് എന്നുള്ളതും പറഞ്ഞു തരും കേട്ടോ. ഇനി നമുക്ക് BPT എടുക്കാം. ഫിസിയോതെറാപ്പി കോഴ്സ് എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിവിടെ അൽ-അസർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് തൊടുപുഴ ഇടുക്കി എടുക്കാം. ഇനി ഈ കോളേജിൽ നിങ്ങൾ നോക്കിക്കേ, ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എത്രയാണ്? 242.5 ഇൻഡെക്സ് മാർക്കുള്ള KU കാറ്റഗറി. എനിക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട്, ഫിസിയോതെറാപ്പി കോഴ്സ് ഗവൺമെൻറ്റിൽ കിട്ടുമോ 225 മാർക്കിന് എന്ന് പറഞ്ഞ് വരെ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജിൽ കിട്ടണമെങ്കിൽ നമുക്കറിയാലോ 300-ന് നല്ല മാർക്ക് വേണം. നമുക്കിത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് കോളേജും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. എന്തായാലും വീഡിയോ ലെങ്തിയാണ്, ഫുള്ളായിട്ട് കണ്ടു പോവുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും നേരം ഞാനിരുന്ന് സംസാരിക്കുന്നത്, അതുകൂടെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 4ാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ BH കാറ്റഗറിക്ക് 14ാമത്തെ അലോട്ട്മെൻറ്റിൽ 254.16 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ 1133 എന്ന് കൊടുത്തിരിക്കുന്നത് കാറ്റഗറി റാങ്ക് ആണ് കേട്ടോ. 26,816 ആ കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിസർവേഷൻ കാറ്റഗറി സ്റ്റുഡൻസിന് മേ ബി കോളേജസിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ് ഒന്ന് നോക്കിക്കേ. സ്റ്റേറ്റ് മെറിറ്റിലെ ലാസ്റ്റ് റാങ്ക് നോക്കിക്കേ, 286.66. അത്ര ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് അവിടെ ലഭിച്ചിരിക്കുന്നത് BPT കോഴ്സിന്. മനസ്സിലായോ? അതും 4ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ലഭിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. ഇനി നമുക്ക് ഗവൺമെൻറ് കോളേജസ് നോക്കാം കേട്ടോ. ഗവൺമെൻറ്റിൽ എവിടെയൊക്കെ കിട്ടും എന്നുള്ളതും കൂടി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് BSc നഴ്സിംഗ് തന്നെ എടുത്തിട്ട് ഗവൺമെൻറ് കോളേജ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ എടുക്കാം. അവിടെ നോക്കിക്കേ, സ്റ്റേറ്റ് മെറിറ്റിലെ ലാസ്റ്റ് റാങ്ക് ഒന്ന് നോക്കിക്കേ നിങ്ങൾ, 298.34. അപ്പോൾ 225 മാർക്കുള്ള ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് ഗവൺമെൻറ് സീറ്റ് വേണമെന്ന് പറഞ്ഞ് നിന്നാൽ നടക്കുമോ? ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. എന്നാൽ ലാസ്റ്റ് SD കാറ്റഗറി ഓക്കെ 252.5, ST കാറ്റഗറിക്ക് 256.66. ഇങ്ങനെയുള്ള റിസർവേഷൻ കാറ്റഗറി സ്റ്റുഡൻസിന് ലഭിക്കും കേട്ടോ. ഇനി നമുക്ക് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് അനക്സ്റ്റർ ബിൽഡിങ്ങും ഉണ്ട്, മെയിൻ ബിൽഡിങ്ങും ഉണ്ട്. അപ്പോൾ ഇതിലെ മെയിൻ ബിൽഡിംഗ് ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, സ്റ്റേറ്റ് മെറിറ്റിലെ ലാസ്റ്റ് മാർക്ക് 300-ൽ 300 മനസ്സിലായോ? അതിൽ താഴെയുള്ളവരെ ഒന്നും തന്നെ ട്രിവാൻഡ്രത്ത് എടുത്തിട്ടില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ റിസർവേഷൻ ബേസിസിൽ ST കാറ്റഗറി 201.67 മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അതും 17ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ PD എന്ന് പറയുന്നത് ഡിസബിലിറ്റി ആണ് കേട്ടോ. ഡിസബിലിറ്റി പേഴ്സൺ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് 3ാമത്തെ അലോട്ട്മെൻറ്റിൽ 200 മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജനറൽ കാറ്റഗറിക്കാർ വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക. ഓൾറെഡി നമ്മുടെ വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, വാട്സപ്പ് ലിങ്കാണ്. ആ ലിങ്ക് ത്രൂ നിങ്ങൾ വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് എൻ്റെ നമ്പർ കിട്ടും. അതിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. കേരള, തമിഴ്നാട്, കർണാടക, ബാംഗ്ലൂർ, മൈസൂർ എന്നീ സ്ഥലങ്ങളിലുള്ള നല്ല ടോപ്പ് കോളേജസിലേക്കും മെഡിക്കൽ കോളേജസിലേക്കും നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എനിക്ക് പേഴ്സണലി തന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ഹായ് അങ്ങനെയുള്ള രീതിയിലുള്ള മെസ്സേജസ് ഇടാതെ നിങ്ങളുടെ പേര്, ഏജ്, അതുപോലെ ഇൻഡെക്സ് മാർക്ക്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, ഇത്രയും 4 ഡീറ്റെയിൽസ് അയച്ചതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കുക. ഇത് നമ്മുടെ മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടിയിട്ടുള്ള എൻക്വയറിക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ. അതെല്ലാം തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൂടെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒൺലി മെസ്സേജ്, ആരും കോൾ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇനി എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾക്ക് വേണ്ടി തന്നെ അത് റെഡിയാക്കി തരാൻ വേണ്ടി മാക്സിമം എൻ്റെ ടൈം അനുസരിച്ച് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.